കാസർഗോഡ് ജില്ലയുടെ വികസന ആവശ്യങ്ങളും ജനങ്ങൾ നേരിടുന്ന അവഗണനയും നിയമസഭയിൽ ഉന്നയിച്ച് എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണസജ്ജമാകാത്ത കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ പരിഹരിക്കുക, വരാനിരിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി കണ്ണൂരിൽ അവസാനിപ്പിക്കാതെ 14 ജില്ലകളെയും ബന്ധിപ്പിച്ച് മംഗലാപുരം വരെ നീട്ടുക, ഒപ്പം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന് പകരമായി പുതിയ ബജറ്റിൽ മിനി സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപിക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കാസർഗോഡിന് വലിയ പ്രതീക്ഷയാണ്. 10 വർഷം ഞങ്ങൾ അവഗണനയിലായിരുന്നു. ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് കേരളം മുഴുവനും വളരെ മനോഹരമായി പ്രവൃത്തി പദത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും അസ്ഥിവഞ്ചരമായി നിൽക്കുകയാണ്. സർ, ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന അതിശക്തമായ പ്രക്ഷോഭം എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്ന വളരെ ജനദ്രോഹകരമായ ട്രെയിനായിരുന്നു. സർ, ഇന്ന് വേഗ ട്രെയിനിനെ കുറിച്ച് ബഹുമാനനായ മെട്രോമൻ ഇ ശ്രീധരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ അത് ഒഫീഷ്യൽ അല്ല എന്നറിയാം. കേൾക്കുന്ന ഒരു വാർത്ത അത് കണ്ണൂർ വരെ എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. കാസർകോട്ടെ വടക്കേ അറ്റത്തെ അതിർത്തിയിൽ ഒരു MLA എന്ന നിലയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് കണ്ണൂർ വരെ പ്രഖ്യാപിച്ച പദ്ധതി പോലെ അതാകരുത്. ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയെ ചേർത്തുകൊണ്ട് 14 ജില്ലയും കണക്ട് ചെയ്യുന്ന മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാക്കി അതിനെ മാറ്റുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 5 വർഷം ഒരുപാട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്, കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പരിഹാരം കാണാത്ത മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു പദ്ധതിയുണ്ട്. സർ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ച മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഇപ്പോഴും ഫസ്റ്റ് ഫ്ലോറിലാണ്. സർ, വളരെ പ്രയാസത്തിലും സങ്കടത്തിലുമാണ്. ഈ പ്രാവശ്യത്തെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിർത്തിയിലെ ആ മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഒരു മിനി സിവിൽ സ്റ്റേഷനായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്.